നമുക്കിന്ന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുന്നേ നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീമിൽ കുറച്ച് ടേംസ് മനസ്സിലാക്കാനുണ്ട്, അതേപോലെ കുറച്ച് ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളെപ്പോഴും ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുമ്പോൾ ഒരു ഒഴുക്കും അതിന് എന്താ പറയുക, അതിൽ നീന്തുന്ന ബോട്ടിൻ്റെ സ്പീഡ്, ഇത് വെച്ചിട്ടാണ് എപ്പോഴും വരുന്നത്. ചിലപ്പോൾ ബോട്ട് അല്ലെങ്കിൽ ഒരു മാൻ നീന്തുന്നു, കൺസെപ്റ്റ് സെയിം തന്നെയാണ്. എന്താണ് ഇവിടെ ഒരു ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടൊരു കേസ് വരും. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒഴുക്ക് ഇങ്ങോട്ട് പോകുന്നു, മീൻസ് ഇങ്ങനെ ഒഴുക്ക് ഇങ്ങനെ താഴേക്ക് പോകണമെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പോവുകയാണെങ്കിൽ, നമ്മുടെ ഒരു സ്പീഡും കൂടെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ, ഇത് ബോട്ട്, ഇത് സ്ട്രീം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഡൗൺ സ്ട്രീമാണ്. ഓക്കെ. അതേസമയം ഒഴുക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിനെതിരെ ഒഴുക്ക് താഴേക്ക് പോകുന്നു, താഴേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. ബോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങുമ്പോൾ അതാണ് നമ്മൾ അപ്പ് സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ. ഡയറക്ഷൻ അലോങ് ദ സ്ട്രീം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമും ഡയറക്ഷൻ എഗെയിൻസ്റ്റ് സ്ട്രീം എന്ന് പറയുന്നത് അപ്പ് സ്ട്രീമുമായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ബോട്ടിന് ഇത്ര സ്പീഡുണ്ട്, അതിൻ്റെ കൂടെ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ആഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പീഡ് ഓഫ് ദ സ്ട്രീമ് പ്ലസ് ബോട്ടിൻ്റെ സ്പീഡ്. അപ്പ് സ്ട്രീമിൽ എപ്പോഴും വരുന്നത് സ്ട്രീമിൻ്റെ സ്പീഡ് മൈനസ് ബോട്ടിൻ്റെ സ്പീഡ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം യു എന്ന് പറയുന്നത് സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ്. ഓക്കെ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് വി കിലോമീറ്റർ. ഓക്കെ. അതിൻ്റെ ഡിഫറൻസ് ആണ് അപ്പ് സ്ട്രീമിൽ വരിക, ഡൗൺ സ്ട്രീമിൽ വരുന്നത് യു പ്ലസ് വി. ഓക്കെ. സോറി, നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ സ്ട്രീമിൽ നിന്ന് ബോട്ട് മൈനസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ബോട്ടിൻ്റെ സ്പീഡാണ് നമ്മൾ പ്രയറായിട്ട് എടുക്കേണ്ടത്. ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് എന്ത് ചെയ്യണം, സ്ട്രീമിൻ്റെ സ്പീഡ് മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. ഡൗൺ സ്ട്രീം എന്താണെന്നോ അപ്പ് സ്ട്രീം എന്താണെന്നോ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീഡ് നമുക്ക് ഡൗൺ സ്ട്രീമിലെ സ്പീഡും നമുക്ക് അപ്പ് സ്ട്രീമിലെ സ്പീഡും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. രണ്ട് സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ വാട്ടറിൻ്റെ സ്ട്രീം എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. ഓക്കെ. പിന്നെ റേറ്റ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് 1/2 എ മൈനസ് ബി കിലോമീറ്റർ പെർ അവർ കിട്ടും. ഓക്കെ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. First question, downstream speed of a boat is 16 km/h. Speed of the stream is 40% less than the speed of the boat. What is find the speed of the boat. നമ്മളോട് ഇവിടെ കാണാൻ പറയുന്നത് സ്പീഡ് ഓഫ് ദ ബോട്ടാണ്. ഡൗൺ സ്ട്രീം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്, ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഓക്കെ. ബോട്ടിന് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ. ഡൗൺ സ്ട്രീം എന്നത് 16 തന്നിട്ടുണ്ട്, എക്സ് ആയിട്ട് എടുക്കാം. ഇനി സ്ട്രീമിൻ്റെ എന്ന് പറഞ്ഞത് ഈ എക്സിനേക്കാളും 40% കുറവാണെന്ന് പറയുന്നുണ്ട് അല്ലേ. സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് 40% ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ബോട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് എക്സിൻ്റെ 40%, അപ്പോൾ 40/100 എക്സ് മൈനസ് ചെയ്തതായിരിക്കും എന്ത്, നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് മൈനസ് 4/10 എക്സ്, അല്ലെങ്കിൽ x/2/5 എക്സ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ 5, 3x/5. സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3x/5. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് വിൽ ബി ദ സ്പീഡ് ഓഫ് ബോട്ട്. ഓക്കെ. 5x plus 3x divided by 5 equal to 16.
16 into 5 divided by 8. ഓക്കെ, 5x plus 3x എന്ന് പറയുന്നത് 8x. അപ്പോൾ ഈ 8 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. x ഈക്വൽ ടു, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും, 10. സോ ദ സ്പീഡ് ഓഫ് ബോട്ട് വിൽ ബി 10 km/h. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of speed of boat in still water and speed of stream is 7:2. സ്പീഡ് ഓഫ് ബോട്ടിൻ്റെയും സ്പീഡ് ഓഫ് സ്ട്രീമിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 7:2 ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് ഈസ് ടു സ്ട്രീമിൻ്റെ സ്പീഡ് 7:2. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് 7x ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് എന്തായിരിക്കും? 2x എന്ന് പറയാം. ബോട്ട് കവർ 120 km അപ്പ് സ്ട്രീം ഇൻ 8 hours ആൻഡ് x km ഇൻ 3 hours ഡൗൺ സ്ട്രീം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ഇവിടെ നമുക്ക് ഈ രണ്ട് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് അപ്പ് സ്ട്രീം കാണാൻ അറിയാം അല്ലേ? അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ട് മൈനസ് സ്ട്രീമാണ് അല്ലേ? 7x മൈനസ് 2x. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് അഡിഷനാണ്. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 7x പ്ലസ് 2x. ഓക്കെ, 7x മൈനസ് 2x എന്ന് പറയുന്നത് 5x എന്ന് എടുക്കാം. ഇവിടെ 9x എന്ന് എടുക്കാം. ഇനി വേറൊരു കാര്യം നമ്മോട് തന്നിട്ടുള്ളത് അപ്പ് സ്ട്രീമും സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം? ബോട്ട് കവർ 120 km ഡിസ്റ്റൻസ് ഇൻ 8 hours. ഓക്കെ, സോ 15. ഇപ്പോൾ ഇവിടെ സ്ട്രീമിൻ്റെ അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, അപ്പ് സ്ട്രീമിൽ സ്പീഡ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, 15 km/h. അപ്പോൾ അപ്പ് സ്ട്രീം എന്ന് പറയുന്നത് 5x ആണല്ലേ? അപ്പോൾ 5x എന്ന് പറഞ്ഞാൽ 15 ആണ്. x ഈക്വൽ ടു 3 കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെ വാല്യൂ ഡയറക്റ്റ് കാണാൻ പറ്റും അല്ലേ? ഡൗൺ സ്ട്രീം ഈക്വൽ ടു 9x ആണ്. അപ്പോൾ 9 × 3 27 കിട്ടും. വേറൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഡൗൺ സ്ട്രീം എക്സ് കിലോമീറ്റർ ഇൻ 3 hours ആണ്. അപ്പോൾ x/3 ആണ് എന്ത്? ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 27. അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 27 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 81 kilometers. ഓപ്ഷൻ നമ്പർ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് ഓഫ് ബോട്ട് ടു ദാറ്റ് ഓഫ് സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് 7:2. ഇഫ് ദ ബോട്ട് കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഇൻ 1 hour, then find the time taken by boat to cover the same distance in upstream. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് ബോട്ട് സ്പീഡ് ഓഫ് സ്ട്രീമും തമ്മിലുള്ള ഡിഫറൻസ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ബോട്ട് ഈസ് ടു സ്ട്രീം എന്ന് പറയുന്നത് 7:2. ബോട്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ് 7x ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് എന്തായിരിക്കും? ബോട്ടിൻ്റെത് 7x ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രീമിൻ്റെത് 2x ആയിരിക്കും. ഓക്കെ, റേഷ്യോയിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്, ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 7x പ്ലസ് 2x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 9x. അതേപോലെ തന്നെ അപ്പ് സ്ട്രീമിൻ്റെ എന്ന് പറയുന്നത് 7x മൈനസ് 2x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5x. നമുക്കിവിടെ തന്നിട്ടുണ്ട് ബോട്ട് കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഇൻ 1 hour. ഒരു മണിക്കൂറിൽ ഒരു നിശ്ചിത കിലോമീറ്റർ അത് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഡൗൺ സ്ട്രീമിൽ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 9x ആണ് അല്ലേ. ഡൗൺ സ്ട്രീമിലെ സ്പീഡ്, ഡൗൺ സ്ട്രീമിൻ്റെ ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്പീഡ് 9x പ്ലസ് ഇൻറ്റു 1 അവർ ആയതുകൊണ്ട് 1 ഇൻറ്റു 1 ഈക്വൽ ടു 9x. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9x ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുന്നത് ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? 9x. സ്പീഡ് എത്രയാണ്? അപ്പ് സ്ട്രീമിൽ 5x. അപ്പ് സ്ട്രീമിൽ ആ ഒരു അപ്പ് സ്ട്രീം സ്പീഡിൽ ആ ഡിസ്റ്റൻസ് എത്ര സമയം കൊണ്ട് കവർ ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ 9x ബൈ 5x ഈക്വൽ ടു എക്സ് റിജക്റ്റ് ആയി പോവും, 9/5. ഓക്കെ, ഇവിടെ നമുക്ക് 9/5 ആണ് ആൻസർ. അവറിലാണ് തരുന്നതെങ്കിൽ ഓക്കെ 9/5 അവറാണ്. പക്ഷേ ഇവിടെ നമുക്ക് മിനിറ്റിലാണ് നമ്മുടെ ആൻസർ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 9/5 ഇൻറ്റു 60. ഓക്കെ, ഇൻറ്റു 60 മിനിറ്റ്സ് കാണണം. 9/5 ഇൻറ്റു 60 എന്ന് പറയുന്നത് 12. 9 ഇൻറ്റു 12 which is equal to 108. Okay, the correct answer will be 108. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നേക്കുന്നത് നമുക്ക് തന്നിട്ടുള്ളത് 22 കിലോമീറ്റർ അപ്പ് സ്ട്രീമും പ്ലസ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും കൂടെ കൂടിയിട്ട് 8 hours തന്നിട്ടുണ്ട്. അപ്പോൾ 8 hours ടൈമാണ്. ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെ കാണുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അതേ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ബൈ അപ്പ് സ്ട്രീം സ്പീഡ് പ്ലസ് 44 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് ഈക്വൽ ടു 8 hours. ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, 5 ഹവേഴ്സിൻ്റെ കാര്യം. 15 കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം upstream plus 22 in downstream equal to 5. സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? 44/dക്ക് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താവും? ഇത് ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് അപ്സ്ട്രീമിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുമ്പോൾ 30/u പ്ലസ് 44/d ഈക്വൽ ടു 10 കിട്ടും. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. 10/u ഈക്വൽ ടു 10 മൈനസ് 8 2. അപ്പോൾ u എന്ന് പറയുന്നത് 10/2 ഈക്വൽ ടു 5 കിട്ടും. ഓക്കെ, അപ്സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. u കിട്ടി. അപ്പോൾ 20/5 ഈക്വൽ ടു 40 പ്ലസ് 44/d എന്ന് പറയുന്നത് 8 ആണ്. 20/5 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. 44/d ഈക്വൽ ടു 8 മൈനസ് 4 d ഈക്വൽ ടു 11 കിട്ടും. അപ്പോൾ u നമുക്ക് കിട്ടി. u ഈക്വൽ ടു 5 എന്നും d ഈക്വൽ ടു 11 എന്നും കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിറ്റർമൈൻ ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും നമുക്കറിയാമെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്? 1/2 ഇൻറ്റു u പ്ലസ് d. ഓക്കെ,
1/2 into 16, which is equal to 8. So the answer will be 8 km/h.